അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്തതിന്റെ പ്രേരണാശക്തി നെഹ്റു എന്ന് അഡ്വക്കേറ്റ് സി ഈപ്പൻ. അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൗലികാവകാശങ്ങളും പൗരന്റെ മാന്യത ഉയർത്തിപ്പിടിക്കുന്നതുമായ ഭരണഘടന രൂപപ്പെടുന്നതിൽ നെഹ്റുവിന്റെ സ്വാധീനം നിസ്തുലമാണെന്ന് പ്രശസ്ത വാഗ്മിയും ലീഗൽ സർവീസ് ട്രെയിനറുമായ അഡ്വക്കേറ്റ് സി ഈപ്പൻ പറഞ്ഞു. അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക് ഒറേഷൻ നടത്തിയത് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. മാർക്ക് ആന്റണി ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റണിയുടെ പ്രസംഗം. മാർക്ക് ആന്റണി പ്രസംഗിച്ചു കഴിയുമ്പോൾ ആദ്യമേ ബ്രൂട്ടസിന് അനുകൂലമായി ബ്രൂട്ടസിനും ആളുകൾക്കും കുറെ പേർക്കെങ്കിലും ജൂലിയസ് സീസറിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ജൂലിയസ് സീസറിനെയും ബ്രൂട്ടസിനെയൊക്കെ അനുകൂലിച്ചിരുന്ന ആളുകൾ മാർക്ക് ആന്റണിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞ് അവർക്കെതിരായി മാറി. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രസംഗത്തിൻ്റെ ഒരു കഴിവതാണ്. അപ്പോൾ ആദ്യമേ ആർക്ക് അനുകൂലമായിരുന്നോ അവർക്കെതിരായി മാറ്റിയെടുക്കുന്നതിന് മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞ പ്രസംഗം. ലോകത്ത് ഇന്നുവരെ ഉണ്ടായ ക്ലാസിക് ഒറേഷനിൽ ആ പ്രസംഗത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനാണെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റും. മുന്നിൽ നിന്ന് നയിക്കുന്നവരെല്ലാം നേതാക്കളാകണമെന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് എൻ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. രാജൻ മീങ്ങോത്ത് വായനശാലയിലേക്ക് സംഭാവനയായി നൽകിയ MT വാസുദേവൻ നായരുടെ ആത്മകഥ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും അംബിക വട്ടക്കണ്ടം ഏൽപ്പിച്ച താളിയോല ഗ്രന്ഥങ്ങളും വായനശാല പ്രസിഡന്റ് KV നാരായണൻ ഏറ്റുവാങ്ങി. അബാക്കസ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ഉം 3ഉം റാങ്കുകൾ നേടിയ ഋഷികേഷ്, ആദിദേവ് M എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രമോദ് TV, ഷീജ KV, രാമകൃഷ്ണൻ മോനാച്ച, രാജേഷ് കുമാർ T എന്നിവർ സംസാരിച്ചു. PV ജയരാജ് സ്വാഗതവും അനിൽ മുദ്രക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.